12 നാളെ നാളത്തെ പോകും. 512 है 412 512 അന്ന് 400 कितना चाहिए 700 रुपये लगेगा. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ഞാൻ ഉണ്ടാക്കിയതേ ഉള്ളൂ, അവർക്കൊക്കെ കൊടുത്തു. പെട്ടെന്ന് ഞങ്ങൾ രാവിലെ ഒന്ന് മീൻ മാർക്കറ്റിൽ വന്നതാണ്. അന്യായ വില, ഇത്രയും കൊഞ്ചിന് 1500 രൂപ. വില കേട്ടാൽ ഞെട്ടിപ്പോവും. അപ്പം അന്ന് കണ്ടതിൻ്റെ അത്ര അയലയാണെങ്കിലും അന്നത്തെ അത്ര വിലയില്ല. അന്ന് 12 എണ്ണം 400 രൂപയ്ക്ക് വലുതുണ്ടായിരുന്നു. ഇതിപ്പം 12 എണ്ണം 500 രൂപയാണ് പറയുന്നത്. ഇനിയിപ്പം മീൻകാരത്ത് ചോദിച്ചിട്ട് അവർ 10-ാം തീയതി മുതൽ ട്രോളിങ് തുടങ്ങുക. ഇനി ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ കേരമീൻ ഉണ്ടോയെന്നും പറഞ്ഞ് പോയതാണ്. കേരമീനെ കാണാനേ ഇല്ല. ഇനി ഓഗസ്റ്റൊക്കെ ആവുമെന്നൊരു പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പം നമ്മൾ നേരത്തെയൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാത്ത ചൂര, അതും കേരയൊന്നുമല്ല, അല്ലാത്ത ചൂര, അങ്ങനെയുള്ള മീനിരിപ്പുണ്ട്. ഈ മത്തി ഒരു കൂട്ടം ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോയിൽ കൂടെ അങ്ങനെ മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഫ്രഷ് ഒന്നുമല്ല. അപ്പം ഞങ്ങൾ എന്തു വന്നേലും ഒരു ഇച്ചിരിയിലും വലുതുള്ള ഈ കുട്ടിച്ചൂര, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ നോക്കത്ത് പോലുമില്ല. കാരണം വലിയ മീനുള്ളപ്പോൾ ഇതിനെ എന്തിനാണ് വാങ്ങിക്കുന്നതെന്നുള്ള അർത്ഥം. പക്ഷേ ഇപ്പം ഇതേലും മതി എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതല്ലാതെ 2 എണ്ണം, ഏറ്റവും വലുത് അതിൻ്റെ അകത്തുള്ളത് 2 എണ്ണം. പക്ഷേ മീൻ കൊണ്ടുവന്നിട്ട് നല്ല മീനായിരുന്നു. പക്ഷേ മറ്റേതാണ്ട് അപ്പുറത്തിരിക്കുന്ന ഒരു സൈസ് മീനുണ്ടോ, അത് മസാല പിടിക്കത്തില്ല. അതിൽ ഒരു സൈസ് ചോറ് പോലെ ഇരിക്കും. എന്തു വന്നാലും വന്നതല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തു വന്നാലും 2 കുഞ്ഞു ചൂരയും വാങ്ങിച്ചു. പിന്നെ അയലയും നോക്കിയിട്ടുണ്ട്. അയല അന്നത്തേൻ്റെ അത്രയും ഒന്നും അത്ര അങ്ങോട്ട് നല്ലതല്ല. മീനൊന്നും അങ്ങനെ ഇല്ല. ഇനി 10-ാം തീയതി വരെ മീനുള്ളു. പിന്നെ ട്രോളിങ് ആണെന്ന് പറയുന്നത്. ചായല വാങ്ങിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്ക് വില കൂടുതൽ ഇപ്രാവശ്യം. പക്ഷെ അത്രയും വലിയ അയലയും അല്ല കിട്ടിയത്. പിന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന വീട്ടാവശ്യത്തിന്. കേരമീൻ കാണാനേ ഇല്ല. അന്നേരം ഞാൻ വാങ്ങിച്ച മീനൊന്ന് കാണിക്കാമേ. അയലയും 2 ചൂരമേ വാങ്ങിച്ചുള്ളൂ. അയല ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയണേ നല്ല ഫ്രഷ്, നല്ല പച്ചരി പോലത്തെ ഇത്തിരി വലിയ മീനായിരുന്നെന്ന്. അതിൻ്റെ അത്രയും ഇത് മിക്സിങ്ങാണ്. ചിലത് നല്ല ഫ്രഷാണ്, ചിലത് 1-2 എണ്ണമൊക്കെ ഇത്തിരി മോശമായിരുന്നു. മോശം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വല എന്തു പറയുന്നത്, സോഫ്റ്റ് പോലെയായിരുന്നു. അപ്പം ഇത് ചെറുതുമാ. ഇതിപ്പം 12 എണ്ണം 500 രൂപ. ഇതിനേക്കാൾ ഇച്ചിരിയും കൂടെ ചെറുത് 12 എണ്ണം 400 രൂപ. അപ്പം പോയത് കൊണ്ടിങ്ങി വാങ്ങിച്ചുകൊണ്ട് വന്നേ. അത്രയും പെട്രോളൊക്കെ കളഞ്ഞ് പോയേ ഇല്ലേന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ടിങ്ങി വന്നേ. ഇതിനിപ്പം ഞാനൊരു 3-4 പാർട്ടാക്കി വെക്കും. കുറച്ച് ദിവസം നിൽക്കണ്ടേ. അപ്പം ചൂര നല്ല ഫ്രഷ് ചൂരയായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ച് ഒരെണ്ണം കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നോക്കണം, ഒരെണ്ണം കട്ട് ചെയ്യുമ്പം തൊലിയെല്ലാം കളഞ്ഞേണ്ട പീസ് അങ്ങനെ ഇല്ല. പിന്നെ മെനക്കെടുന്ന് എന്തിനാന്ന് പറഞ്ഞ് 2 കൂടെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിക്കകത്ത് എത്രയും പറ്റുന്നോ അത്രയും അങ്ങ് എടുക്കാൻ, ബാക്കി അങ്ങ് വെച്ചേക്കാമെന്ന് വെച്ച്. ഇടയ്ക്ക് ഈ മീനൊരു വാല്യൂ ഇല്ലായിരുന്നു. ഇത്രയും ചെറുത് വലുതേ നമ്മൾ നോക്കത്തുള്ളായിരുന്നു. ഇതിനെയൊക്കെ തഴഞ്ഞ് കളഞ്ഞു. ഇപ്പം ഇതിനായാലും ഡിമാൻഡാണ്. എനിക്ക് മീനുകളിലേക്കും ഇഷ്ടം ഈ കറുത്ത ചൂരയല്ല, കേരമീൻ, അത് ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും ഇഷ്ടം തല, ഇതിൻ്റെ തലയാണ് ഇഷ്ടം. ബാക്കി അയലയൊക്കെ ഇഷ്ടമാണ്, മത്തിയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടം ഈ കേരയാണ്. അപ്പോൾ ഇതാണ് അച്ചാറിടാനും നമുക്ക്. ഇതിപ്പം കേരയെന്ന് പറയാൻ ഒക്കത്തില്ല. എന്നാലും അങ്ങനെ അധികം ഒത്തിരി കറുപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒന്ന് വെട്ടിയെടുത്തിട്ട്, പക്ഷേ ഒരു തല ഇന്നെടുത്ത്, പിന്നെ ബാക്കി അധികം വെക്കാനായിട്ടില്ലായിരുന്നു. ഒരു 3-4 പീസേ ഉള്ളായിരുന്നു. കറി വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഒന്നും പറയാനില്ലായിരുന്നു. പൈസ കൊടുത്താൽ ഇത് 2 എണ്ണം പുള്ളി 250 രൂപ. നേരത്തെയൊക്കെ ആണെങ്കിൽ 2 എണ്ണം കൂടെ 100 രൂപയ്ക്ക് കിട്ടിയതിനായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ ഈ വിലയുടെ ഇതുകൊണ്ട് ഞാനങ്ങനെയൊന്നും വെയിറ്റ് നോക്കുന്നതല്ല. കാരണം വെയിറ്റ് നോക്കാൻ കാര്യം തോന്നുന്നു. വീട്ടിൽ വിളിക്കുമ്പോൾ അമ്മ പറയും, നാട്ടിലൊക്കെ ഉള്ള മീൻ ഇതിനേക്കാൾ വിലയല്ലേ, കിലോ കണക്കല്ലേ നാട്ടിൽ. അപ്പം ഞാൻ ഇതെല്ലാം ക്ലീൻ എല്ലാം ചെയ്തിട്ട് 2 കൂടെ തൂക്കി നോക്കിയുണ്ടേ
1 കിലോയും 50 ഗ്രാമിനടുത്തോളം ഉണ്ടായിരുന്നു. അപ്പം നഷ്ടമില്ല. നാട്ടിലൊക്കെ 1 കിലോ മീന് 350-400 ആയിരിക്കുമല്ലോ. ഇതിപ്പോൾ 250 രൂപയ്ക്ക് നമുക്കൊരു നഷ്ടവുമില്ല ഇപ്പോഴത്തെ വില അനുസരിച്ച്. ഈ ചന്തയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞ് ഒരു മെനക്കേട് പരിപാടിയാണ് നമുക്ക്. ഈ മീനെല്ലാം പാർട്ടാക്കി വെച്ച് അവിടെ എല്ലാം അവർ കൊണ്ടുപോയ സഞ്ചികളെല്ലാം ഒന്ന് കഴുകിയിട്ട് എല്ലാം ഒതുക്കി ഇവിടെ എല്ലാം പിന്നെ സോപ്പിട്ട് നന്നായിട്ട് കഴുകിയാലെല്ലാം ഒക്കത്തുള്ളൂ. അപ്പോൾ അതുപോലുള്ള ഒരു അതുകൊണ്ട് ഈ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ തലേന്നേ അങ്ങ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് വെക്കാൻ നോക്കും. പക്ഷേ ഇന്നലെ നമ്മൾ പോകത്തില്ലയോ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ത്രാസിൽ നിൽക്കുമായിരുന്നു. കാരണം റീച്ചാൽ നേരത്തെ വരുമോ വരത്തില്ലയോ എന്നുള്ളൊരു തീരുമാനമായിപ്പോയി. അപ്പം പിന്നെ വന്ന് നേരത്തെ ഇന്നലെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഞാൻ പോകത്തില്ല. ഞാൻ പറഞ്ഞില്ല അച്ചാറിന് വേണ്ടി ഞാൻ മീൻ നോക്കാൻ വേണ്ടി പോയതാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു. അപ്പം മീൻ നാട്ടെ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, നല്ല ഫ്രഷുമാണ്, അധികം കറുപ്പുമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം പോകത്തില്ലയോ എന്നുള്ളത് എനിക്ക് ഡൗട്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പച്ചക്കറി ഒന്നും അരിഞ്ഞ് വെച്ചില്ല. ഈ മാർക്കറ്റ് ചില ദിവസങ്ങളിലാണ്, എല്ലാ ദിവസവും ഉണ്ട് എങ്കിലും എല്ലാ മീനുകളും ഉള്ളതും ഇച്ചിരി മീൻ കൂടുതലുള്ളതും ചില ദിവസങ്ങളിലുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ പോവുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഞാൻ പിന്നെ പച്ചക്കറി ഒന്നും അരിഞ്ഞ് വെക്കാത്തതുകൊണ്ട് പെട്ടെന്ന് വന്നൊരു ചെറുപയർ തോരൻ വെക്കാമെന്ന് വെച്ച്. മീനൊക്കെ ഞാൻ വെട്ടി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. ഇറന്ന് കഴുകിയെടുക്കട്ടെ. പിന്നെ ഇനി ചപ്പാത്തിക്കാരെ തൃപ്തിപ്പെടുത്തണ്ടേ. അപ്പം ഞാൻ ചിന്തിച്ചൊരു മുട്ടത്തോരൻ വെക്കാമെന്ന്. അതിന് ഞാൻ കടായി വെച്ച് ഇച്ചിരി ഓയിലൊഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചു. അപ്പം ഞാൻ റേച്ചാൻ ഏപ്രിലിൽ നാട്ടിൽ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടുന്ന് കപ്പ കൊണ്ടുവന്നത്. അപ്പം അതിൽ നിന്ന് അന്ന് ഞാൻ കപ്പ പുഴുങ്ങുകയും ചെയ്ത് വേവിക്കുകയും ചെയ്തു. ബാക്കി ഒരു ഇച്ചിരിയും കപ്പ ഞാൻ അരിഞ്ഞ് സിപ്പിളോ കവറിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/2 കിലോയും ഇച്ചിരിയും കൂടെ കാണും, അതേ ഉള്ളൂ. അപ്പം അത് ഇന്ന് ഈ ചൂരക്കറി കണ്ടോണ്ടേ ചിന്തിച്ച് അത് ഇന്ന് എടുക്കാമെന്ന്. അപ്പം ഞാനത് ഒന്ന് കഴുകി കുക്കറി, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും മാസം, കാരണം ഏപ്രിൽ ഫസ്റ്റ് വീക്ക് പോയി, മെയ് ജൂൺ ഒക്കെ ആയില്ലേ, 2 മാസത്തോളം ആയില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രീസറിൽ ഇത്രയും നാൾ വെച്ചിട്ട് വേവിക്കുന്നത്. അതാണ്ട് ഇങ്ങനെ കുക്കറിൽ. അപ്പം ഞാൻ ചിന്തിച്ച് ഇനി വേവത്തില്ലയോ എന്നറിയാതെ എനിക്കൊരു ഡൗട്ട്. അപ്പം ഞാൻ തോന്നുന്ന കഴുകി അതെന്തു വന്നേലും കുക്കറിൽ ആദ്യം ഞാനൊരു വിസിലടിച്ചിട്ട് ആ വെള്ളം അങ്ങ് വാർന്ന് കളഞ്ഞിട്ട് പിന്നെ വീണ്ടും നല്ല വെള്ളത്തിൽ അതൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ആ കൊഴുപ്പും എല്ലാം ഒന്ന് മാറുമല്ലേ. പക്ഷേ ആ ഒരു വിസിലടിച്ചപ്പോഴത്തേക്കിന് അത് വെന്ത് പിന്നെ അരപ്പിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുമ്പോൾ കുറേയും കൂടെ നല്ല. പക്ഷേ ആർക്കും തികഞ്ഞ നല്ല ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഒരു ഇച്ചിരി പോലും കറുപ്പ് പോലും അതിൽ ഒന്നും ആയില്ലായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു. അന്നത്തേനേക്കായി നല്ലതായിട്ട് എനിക്ക് തോന്നി. എല്ലാവർക്കും ഇച്ചിരിച്ച കൂട്ടാൻ പോലെ എടുക്കാനേ ഉള്ളായിരുന്നു, ഒരു നേരത്തേക്കിനെ ഉള്ളായിരുന്നു, ഇച്ചിണിയുള്ളായിരുന്നു. അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഇച്ചിരി കൂടുതലെടുത്ത് ഇത്തിരി തോരൻ പോലെ വെക്കാമെന്ന് വെച്ച് ഉണ്ടാക്കി. മുട്ട ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് പിന്നെ മുട്ടയും കൂടി ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടേ. അപ്പോൾ ഒരിച്ചിരി തേങ്ങായൂടെ ഇട്ടാൽ നല്ലതാണ്. അപ്പം തേങ്ങ തിരുമാനായിട്ട് എനിക്ക് സമയമില്ലായിരുന്നു. ഒരിച്ചിരി നേരത്തെ തിരുമിയ തേങ്ങ ഒരു ഇച്ചിണിയുണ്ടായിരുന്നു, അതങ്ങ് അതിൻ്റെ അകത്തോട്ടങ്ങ് ഇട്ട് കൊടുത്ത്. ഇവിടെ ഇപ്പം ചപ്പാത്തിക്ക് നമ്മളൊന്നും കൂട്ടാനൊന്നും ഉണ്ടാക്കിയില്ല, സമയമില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇങ്ങനെയുള്ള ബുർജി, മുട്ടത്തോരൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. മുട്ടയായിരിക്കും അന്നേരത്തെ പരിപാടി. അപ്പം ഞാൻ മീനൊക്കെ വെട്ടി വെള്ളം വാലാൻ വെച്ചായിരുന്നല്ലോ. ഇനി ഇതുകൂടെ ഒന്ന് ആയിട്ട് ചപ്പാത്തി വേണ്ടിയവർക്ക് ചപ്പാത്തി കൊടുത്തിട്ട് പിന്നെ സാവകാശം എനിക്ക് മീൻ കറി വയ്ക്കാമല്ലേ. അപ്പം ഞാൻ ചട്ടിയൊക്കെ വെച്ച് ഇച്ചിരി ഉലുവയും ഇച്ചിരി കടുകൂടി ഇട്ട് കൊടുക്കട്ടെ. ഇവിടെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഇവിടെ പിന്നെ റേച്ചാൻ കപ്പ കഴിക്കാറില്ല. ഇങ്ങനെ കപ്പ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്നോ. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇവർക്കൊന്നും അറിയത്തില്ലല്ലോ. ചില സമയത്ത് ഈ വെളുത്തുള്ളിയുടെ അരപ്പിൻ്റെയൊക്കെ മണം വരുമ്പോൾ ഓടി വരുന്നതല്ലേ. അപ്പോൾ ഇവർ ഞാൻ ഈ വേവിക്കുന്ന സമയത്ത് പ്രൈസം താഴെ പോയി, പ്രൈസം കയറി വരുമ്പോൾ ഒരു സമയമാവും, പോളും ഇല്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇവർക്ക് മനസ്സിലായില്ല, ഈ അരപ്പൊക്കെ ഇട്ട് വേവുന്ന മണമൊന്നും വന്നില്ല. പിന്നെ രാത്രി ഞാൻ കൊടുത്ത ഉടനെ അയ്യോ ഇവനെന്താ തുള്ളിച്ചാട്ടമായിരുന്നു പോളും പ്രൈസിനും. അപ്പം ഞാൻ പറഞ്ഞില്ല കപ്പ ഇച്ചിരി ഉള്ളായിരുന്നു, എല്ലാവർക്കും ഇച്ചിരിച്ച് എടുക്കാനേ ഉള്ളായിരുന്നു.
അപ്പം ഞാൻ ചിന്തിച്ചിരുന്നത് ഈ കപ്പ വേവിക്കുന്നതിൻ്റെ അന്ന് ഞങ്ങൾ സൺഡേ പോയിട്ട് വരുന്നുണ്ട് ഞാൻ കേരള കടയിൽ നിന്ന് ഇച്ചിരി കൂടെ കപ്പ വാങ്ങിച്ച് ഇതിൻ്റെ കൂടെ വെക്കാമെന്നാണ് ചിന്തിച്ചത്. അപ്പോൾ കഴിഞ്ഞ സൺഡേ ഇവിടെ ഈ തൂത്ത് തുടയ്ക്കാൻ അർബനിയിൽ നിന്ന് ആ കൊച്ചിനെ വിളിക്കാൻ നേരം നമുക്ക് പരിചയമുള്ള ഒരു കൊച്ചുണ്ട്. അവൾ നന്നായിട്ട് ചെയ്യും, നല്ല കൊച്ചാണ്. അവൾക്ക് ഇവിടെ വരാനും ഇഷ്ടമാണ്, എനിക്കും അവളെ വലിയ കാര്യം. അപ്പോൾ അവളുടെ ഇത് നമ്മൾ നോക്കിയ ഉടനെ അവൾ സൺഡേ 2 മണിക്കേ ഉള്ളവൾ, അല്ലെങ്കിൽ പിന്നെ 5 മണിക്ക്, അല്ല സാറ്റർഡേ ഒന്നും ഇല്ലായിരുന്നു. അതിപ്പം ഞങ്ങൾ സൺഡേ അവളെ 2 മണിക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ കേരളക്കാർ ഞാൻ പറഞ്ഞ് നമുക്ക് റീച്ചൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കപ്പ മാത്രം വാങ്ങിച്ചിട്ട് അങ്ങ് പോകാം. അമ്മ പറഞ്ഞ് വേണ്ട, അഥവാ നമ്മൾ നിന്നിച്ചിട്ട് ലേറ്റായാൽ എന്തോ ഈ ഞങ്ങൾ അവിടെ തിരിച്ചപ്പം തന്നെ 1 മണി, ഇനി വരുമ്പോൾ എന്തോ എന്നൊരു സമയമാകും. അതുകൊണ്ട് ഞങ്ങൾ കേരള കടയിൽ അന്ന് കയറിയതേ ഇല്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇച്ചിരിയും കൂടെ കപ്പ വാങ്ങിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്യാമായിരുന്നെന്ന് ഞാൻ ചിന്തിച്ച. അന്നേരം ഞാൻ 2 മീനും കട്ട് ചെയ്തിട്ട് എത്ര ഇതിൻ്റെ അകത്ത് പറ്റുമോ അത്രയും അങ്ങ് വെച്ചു. 2-3 ദിവസം നമുക്ക് ഉപയോഗിച്ചാലും. അപ്പം ഒരു തലയെടുത്ത് ബാക്കി തല പിന്നെ അയലയുടെ കൂടെ നേരി വിടാമെന്ന് വെച്ച്. കാരണം എനിക്ക് ഇതിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസനും ഇതിൻ്റെ കണ്ണ് വന്ന് ചോദിക്കും, കണ്ണെന്തിയെന്നും പറഞ്ഞ്. ഇതെല്ലാം കൂടെ പറക്കിയിട്ടിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് അതൊന്ന് തിളച്ച് വറ്റി വരട്ടെ. കപ്പ ഞാൻ ഒരു വിസിലടിച്ചിട്ട് ആ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിൽ നന്നായി അതൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കളഞ്ഞ് 2 വിസിലടിപ്പിക്കണ്ടായിരുന്നു. കാരണം അത് ആ ഒരു വിസിലിലെ അതൊന്ന് വെന്തായിരുന്നു. പിന്നെ ഞാനത് വെള്ളം നന്നായിട്ട് കഴുകി അതിൻ്റെ കൊഴുപ്പെല്ലാം കളഞ്ഞിട്ട് കൊച്ചൊരു ചരുവത്തിലാക്കിയിട്ട് അതിൻ്റെ അകത്ത് പിന്നെ അരപ്പൂടിട്ട് ഞാനൊന്ന് നന്നായിട്ട് മത്തും കൊണ്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ടേ. അപ്പം ഞാൻ കപ്പയൊക്കെ നന്നായി ഉടച്ചെടുത്ത്, അപ്പോൾ എന്തു വന്നേലും ഉണ്ടെങ്കിൽ കപ്പ വെന്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര വിശപ്പാണ്. പിന്നെ ചൂടായതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ക്ഷമ കെട്ട് ഞാൻ പോയി ഇച്ചിരി നേരം അകത്ത് നിന്നിരുന്ന് എന്നിട്ട് പിന്നെ ഇച്ചിരി കപ്പ കഴിക്കാൻ വന്നു. അന്നേരം മീനൊക്കെ വറ്റി വന്നായിരുന്നു. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അവിടെ ഓഫാക്കിയിട്ടായിരുന്നേ. മീനൊക്കെ നന്നായി ഇപ്പം വറ്റി വന്നിട്ടുണ്ട്. ഒരു ഇച്ചിരി ചാറ് ഞാൻ ആക്കിയിട്ടുണ്ട്, കാരണം ഈ കപ്പ ഇത്തിരി കഴിക്കണ്ടേ. അപ്പം ഞാൻ ഇച്ചിരി ചോറും കപ്പയും കൂടി ഇട്ട് ഇളക്കിയാണ് കഴിക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം. അപ്പം ഞാൻ ആ തല എനിക്ക് വേണം, തലയും ഇതുകൂടെ എടുത്ത് ഇച്ചിരി ഒന്ന് കഴിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കത്തില്ല, അയ്യോ ഞങ്ങളെ കഴിച്ച് കാണിച്ചില്ലല്ലോ എന്ന്. അതുപോലെ ആരെങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമറ വെച്ചാണ് വീഡിയോ എടുത്ത് കഴിക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇടത്തെ കൈ കൊണ്ടാണ് ഞാൻ കഴിക്കുന്നതെന്ന് തോന്നും. പക്ഷേ ഞാൻ ഇടത്തെ കൈ കൊണ്ടല്ല, വലത്തെ കൈ കൊണ്ടാണ് കഴിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ ആകുമ്പം അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ആരെങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് തിരുത്താൻ വേണ്ടി, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം ചിലവരുടെ വീഡിയോകൾ ഞാൻ പോയി ഈ കപ്പയൊക്കെ കാണുമ്പോൾ ഞാൻ പോയി നോക്കും. അപ്പോൾ അതിൽ ചില കമൻസുകൾ വരുന്നതാണ്, അയ്യേ ഇടത്തെ കൈ കൊണ്ടാണോ തിന്നുന്നതെന്നൊക്കെ. അപ്പോൾ അത് അവരെന്നാൽ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നുമില്ല. കമൻറ്റ് ഞാൻ റിപ്ലൈ അവർക്ക് കൊടുക്കുന്നുമില്ല. ഞാനിത് ഫ്രണ്ട് ക്യാമറ വെച്ചായതുകൊണ്ട് അങ്ങനെ തോന്നുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.